നൈലോൺ ഓർഗൻസ സാരീസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇന്നത്തെ ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൽ ഫുൾ സാരിയിൽ നമുക്ക് ഈ ഒരു ഡയമണ്ട് മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് പല്ലൂലായിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് പെർഫെക്റ്റ് ഫോർ സമ്മർ സീസൺ. അതിൻ്റെ ഒരു കളർ വൈബ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സമ്മറിൽ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പെറൻറ്റ് സാരീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗൻസയ്ക്കകത്ത് തന്നെ ഒരു ഫ്ലോയി ഫീൽ കിടക്കുന്ന ഓർഗൻസയാണ് ഇത്. നൈലോണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീല് മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഒരു ഫ്ലോയി ഫീൽ തന്നെ, സ്റ്റിഫർ ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്കതിനകത്ത് വരത്തില്ല. അപ്പോൾ ഫുൾ ബോഡിയിൽ ഡയമണ്ട് പാറ്റേൺസും ആൻഡ് ഇതിനകത്ത് പല്ലൂലായിട്ട് നമുക്ക് ഈ ഒരു ലുക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. 1799 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പല്ലൂൽ മാത്രമാണ് നമുക്ക് ആ ഒരു പോപ്പ് ഓഫ് കളർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പല്ലൂൽ മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പം അടുക്കി കുത്തിയാണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ചുറ്റി പിടിക്കത്തില്ലേ, അപ്പോഴൊക്കെ നമുക്ക് അതിനകത്ത് ആ ഒരു ഏരിയ മാത്രമായിട്ട് വി ക്യാൻ സീ ദി കളേഴ്സ്. അപ്പോൾ ഇതിനകത്ത് കളർ കോമ്പിനേഷൻസ് ഫസ്റ്റ് നമുക്ക് വൈറ്റിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോഡി കളറിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. സോ ദിസ് ഇസ് പിങ്ക്. പിങ്കിൻ്റെ ബോഡിയിൽ പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ വന്നിട്ട് ഈ ഒരു സെയിം സോളിഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൈറ്റ് ആൻഡ് ദെൻ വി ഹാവ് ദിസ് പിങ്ക്. അപ്പോൾ ഈ വൈറ്റ് നമുക്കൊരു ഓഫ് വൈറ്റ് ടോൺ അല്ല, പിന്നെ ഭയങ്കര ഒരു ഉജാല വൈറ്റ് അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആ ഒരു ഓർഗൻസ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു കളറിൻ്റെ അകത്ത് വരിക. സോ ദിസ് ഇസ് പിങ്ക്. ബോഡി ഫുള്ള് ഡയമണ്ട് മോട്ടീവ്സ് ആൻഡ് പോപ്പ് ഓഫ് കളർ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. ഒരു ലൈറ്റ് എംബ്രോയിഡറി ഫിനിഷിങ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഭയങ്കര സാറ്റിൻ പോലത്തെ ഒരു ഇതല്ല, ഓർഗൻസ് ആയതുകൊണ്ട് അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റർ ഫീലിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. ദെൻ വി ഹാവ് യെല്ലോ. യെല്ലോയിൽ യെല്ലോ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ബേസ് കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. വൈറ്റിൽ മാത്രമായിട്ട് ബ്ലൂ ടോണാണ് കൊടുത്തേക്കുന്നത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് ആൻഡ് ഗ്രീൻ വിത്ത് റെഡ് നല്ല രസമുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. രസമുള്ള ഫ്ലോറൽസൊക്കെ നല്ല രസമായിട്ടാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നതിനേക്കാളും ആ ഉടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ലുക്ക് ഇസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് യങ് ക്രൗഡൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അത് എന്താ പറയുക, അത് ക്യാരി ചെയ്യാൻ പറ്റും. ബഡ്ജറ്റും ഭയങ്കര ഒരു ബഡ്ജറ്റല്ല. 1799 അഫോർഡബിൾ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. സോ ദിസ് ഇസ് യെല്ലോ. അതിൻ്റെ ലുക്ക് ട്രാൻസ്പെറൻസി ഉണ്ട്, കാരണം ഓർഗൻസ് ആയതുകൊണ്ട് എന്തായാലും ട്രാൻസ്പെറൻസി ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ഷെയ്ഡ് ഇസ് ബ്ലൂ ആൻഡ് ബ്ലൂ ഷെയ്ഡ്. സോ സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ. ഇതിനകത്ത് പോപ്പ് ചെയ്യുന്നില്ല രീതിയിലല്ല കേട്ടോ. ഇതിനകത്ത് സെയിം കളറാണ് ഫ്ലോറൽസിൽ കൊടുത്തേക്കുന്നത്. അതിനകത്ത് പോപ്പ് ചെയ്യുന്ന ഷെയ്ഡ് ഇസ് ദി പിങ്ക് ഫ്ലോറൽസ് ഇൻ ദിസ് വൺ. ഞാൻ കൊടുത്തിരിക്കുന്ന സാരി ബ്ലൗസായിട്ടും ചേരും. വെയ്റ്റ്ലെസ് സാരിയാണ് കേട്ടോ. ഫുള്ളി വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഉടുക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഈ ട്രാൻസ്പെറൻസി എന്നുള്ള ഒരു ഇത് മാത്രം അതിൻ്റെ അകത്ത് ചിലർക്ക് കംഫർട്ടബിൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വേസ് ഗോ ഫോർ എ ലോങ്കർ ബ്ലൗസ് ദാൻ യൂഷ്വൽ. ആൻഡ് നമുക്ക് എത്രയാണോ നമ്മളുടെ കംഫർട്ടബിൾ ലെങ്ത്, ഒരു ക്രോപ്പ് ടോപ്പ് ലുക്കിൽ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആൻഡ് സ്ലീവ്സും ഒക്കെ നമ്മളുടെ കംഫർട്ടബിൾ ലെവലിനാക്കിയിട്ട് പ്രിൻസസ് കട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആൻഡ് ഹൈനെക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് അങ്ങനെ പിന്നെ അറിയേണ്ട ഒരു പ്രശ്നം വരത്തില്ല. ആൻഡ് പ്ലീറ്റഡ് ലുക്കും നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെരി സോഫ്റ്റ് ആൻഡ് വെരി നൈസ്. നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ നല്ല ബ്രൈറ്റാണ് കേട്ടോ. ആ ഒരു പിങ്ക് ആണ് അതിനകത്ത് നമുക്ക് സട്ടിലായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് എല്ലാത്തിനകത്തും പോപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ്. സോ NHH 221 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് 1799 റേഞ്ചിൽ. പ്യുർ ഓർഗൻസയിൽ ഒരു എംബ്രോയിഡഡ് ആയിട്ടുള്ള ലുക്കിൽ പാർട്ടി വെയർ സാരി. ആൻഡ് നമുക്കതിനകത്ത് 3 കളർ വേരിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലുക്ക് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് കളേഴ്സ് വി ഹാവ് ഇറ്റ് ഹിയർ. വി ഹാവ് ആൻ ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ്
ആൻഡ് ഗ്രേ ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം ഒരു ന്യൂട്രൽ ഫീൽ വരുന്ന കളേഴ്സ് തന്നെയാണ്. ആൻഡ് ബോഡി ഫുൾ എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന വാട്ടർ ഗോൾഡ് സീക്വൻസ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഹൈ ഷൈൻ അല്ലെങ്കിൽ ഒരു ബ്ലിങ് വരുന്ന സാരിയാണ് കേട്ടോ. ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ്സ് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് യു ക്യാൻ റിയലി സീ ദ പേഴ്സൺ ദെയർ. അതുപോലത്തെ സാരിയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു മച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സട്ടിലായിട്ട് തന്നെ വന്നിരിക്കുന്ന ലുക്കായിരിക്കും. സീക്വൻസ് വാട്ടർ ഗോൾഡ് ആയതുകൊണ്ട് ആ ഒരു ഷൈൻ മാത്രമേ നമുക്ക് അവിടെ തോന്നത്തുള്ളൂ. അല്ലാണ്ട് നമുക്കതിങ്ങനെ ഭയങ്കര ഒരു ബ്ലിങ് ആയിട്ട് അല്ലാണ്ട് സമയത്ത് അത് തോന്നത്തില്ല. ആൻഡ് ബട്ടർ ക്രീപ്പ് സിൽക്ക് ക്രേപ്പിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് ഇതിനകത്ത് പെയർ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് എംബ്രോയിഡർഡ് ആയിട്ടുള്ള സ്കാലപ്പ് എഡ്ജസ് വരുന്നുണ്ട്, ഫ്ലോറൽസ് വരുന്നുണ്ട് ബോർഡർ പാറ്റേണിൻ്റെ അകത്ത്. അത് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ഫ്ലോറൽസ് ആണ്. പിങ്കിൻ്റെയും ഒരു ഓണിയൻ പിങ്ക്, പീച്ച് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് സ്കാറ്റേർഡ് ഫ്ലോറൽസ് ഓൾ ഓവർ ദി ബ്ലൗസ് ആസ് വെൽ. അപ്പോൾ ബ്ലൗസ് ഫുള്ള് എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കിലായിരിക്കും വരുന്നത്. സെയിം എംബ്രോയിഡറി ബോർഡർ തന്നെയാണ് സാരിയിലും കൊടുത്തേക്കുന്നത്. ആൻഡ് സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടാണ് എഡ്ജ് ടു എഡ്ജിനകത്ത് എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്. സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നോക്കാം കേട്ടോ. ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ആൻഡ് എനിക്കൊന്ന് ഓഫ് വൈറ്റ് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. എനിക്ക് മൾട്ടി കളേഴ്സ് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഓഫ് വൈറ്റിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് അതിനൊരു വേറൊരു ഭംഗിയാണ്. ആണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക്. ഇറ്റ്സ് എ പ്രിറ്റി ഷെയ്ഡ്. ആണ് എൻ്റെ പല്ലു വരയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ്, ഈ ബ്ലൗസ് നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈവൻ ഗ്രേ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഒരു സാരി, ഇപ്പം നമുക്ക് ഈവൻ ജോർജറ്റ് സാരീസ് പോലത്തെയുള്ള ഓംബ്രേ ഒക്കെ ഇസ് കമ്മിങ് ബാക്ക്. ദ ട്രെൻഡ് ഇസ് ബിഗ്, ഗോയിങ് ടു ബി ബിഗ് ദിസ് സമ്മർ. അപ്പോൾ ഓംബ്രേ പോലെയുള്ള ജോർജറ്റ് സാരീസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്ലൗസാണ് അത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് യു കൻ മേക്ക് സെവറൽ കോമ്പിനേഷൻസ് വിത്ത് ഇറ്റ്. ആൻഡ് ഓക്കെ, ലാസ്റ്റ് ലുക്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. ദിസ് ഇസ് ദി ലുക്ക്. പിങ്കും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോമ്പിനേഷൻസിൻ്റെ കൂടെ, ഇവനിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാരി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ എല്ലാ ബ്ലൗസസിൻ്റെയും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയാണ് കേട്ടോ. സോ ദിസ് ഇസ് പിങ്ക്. ആൻഡ് ഓർഗൻസയുടെ ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പല പല കളക്ഷൻസ് ആയിട്ട് അതിനകത്ത് ഓർഗൻസ മാത്രമല്ല, നമുക്ക് ടസർ കോട്ടയിലും ടസർ സോഫ്റ്റ് ടസറിൻ്റെ അകത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഹാവ് ടു ചെക്ക് ദീസ് ഔട്ട്. നമുക്ക് നമ്മളെ ഇൻസ്റ്റോറും ഈ കളക്ഷൻസ് ഉടനെ തന്നെ എത്തിക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ദി ലുക്ക്. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് SBS കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് 12 above റേഞ്ചിൽ വന്നിട്ടുള്ള റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്ക് നമുക്ക് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ വരുന്നുണ്ട്. യു കെൻ ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് ഡയറക്ട്ലി ഗോ ടു പ്രോഡക്റ്റ് പേജ് ആൻഡ് യു കെൻ ചെക്ക് ഔട്ട് കളക്ഷൻ അറ്റ് www.aham.store. നല്ല ഭംഗിയുള്ള ഒരു കളർ പാലറ്റാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ്റെ അകത്ത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഫീലിലാണ് എല്ലാ ഷെയ്ഡ്സും വന്നിരിക്കുന്നത്. ആൻഡ് ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് ടസർ ഫിനിഷിൽ വന്നിരിക്കുന്ന അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. 2699 റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി ടസർ സാരി വിത്ത് എ പ്രിറ്റി വൈറ്റ് ഓഫ് വൈറ്റ് എംബ്രോയിഡറി ഓൾ ഓവർ. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന കോമ്പിനേഷൻ്റെ അകത്ത് ബോർഡർ, ലോ ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ജെറി ബോർഡർ. ഈ ബോർഡർ ആക്ച്വലി നമുക്ക് ഒരു മംഗൾഗിരി ബോർഡറൊക്കെ ഇല്ലേ, നമുക്ക് അതുപോലത്തെ ഉള്ളൊരു ഫീൽ. ആദ്യം നമുക്ക് ഓഫ് വൈറ്റ് കാണാം കേട്ടോ. So how this is going to look? This is going to be really pretty because of the എന്താ പറയുക, ഒരു വൈറ്റ് ഓൺ വൈറ്റ് ഫീൽ. നമുക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടസറിൻ്റെ അതേ ഒരു ഷെയ്ഡ്, നമുക്ക് ദേശി ടസറിൻ്റെ ഒരു ഫീൽ അതുപോലെ തന്നെ വരുന്ന സാരിയാണ് കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഫുൾ സാരിയിൽ. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് നമുക്ക് ഇതിൻ്റെ കൂടെ പേസ്റ്റൽ കോമ്പിനേഷൻസിൽ വരുന്ന ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുക്കി കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബോർഡർ നമ്മളിങ്ങനെ മാളിൽ നിന്ന് ഇങ്ങനെ വരികയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. സോ ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രീം ഷെയ്ഡും പീച്ച് ആൻഡ് ഓണിയൻ പിങ്കിൻ്റെ കോമ്പിനേഷൻസ് ഫ്ലോറൽസിലും നല്ലൊരു
മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു ലീഫ് പാറ്റേൺസ് ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ എഡ്ജിലായിട്ട് ഒരു റൈസ് സ്റ്റിച്ച് ഡീറ്റെയിൽ പോലത്തെയുള്ള ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. മംഗൾഗിരിയുടെ സിമിലറായിട്ട് അകത്ത് ടെമ്പിൾ ബോട്ടം സെറിയിൽ വന്നിരിക്കുന്നത് ടെമ്പിൾ ആൻഡ് സിഗ്സാക്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് റോസിൻ്റെ ഡിസൈൻസിൻ്റെ ഒരു ജാൽ പാറ്റേൺ വരുന്നുണ്ട്. ലോ പോർഷനിൽ ലോ പ്ലീറ്റ്സിൻ്റെ അവിടെ മുട്ടിന് താഴോട്ടുമാണ് വർക്ക് വന്നിരിക്കുന്നത്. ലോ ബോർഡറിലാണ് കേട്ടോ ഈ ഒരു മൾട്ടി കളർഡായിട്ട് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഡിസൈൻ വരുന്നത്. ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഇതാണ് ബ്ലൗസ് വരിക. ആൻഡ് രണ്ട് സൈഡിലെയും ബോർഡർ ഈ ഒരു സെറി ബോർഡറുമായിട്ടാണ് വരിക. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ നീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. കുറച്ച് ലൂസ് ചാൻസ് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയുടേതായിട്ടുള്ള കുറച്ച് ലൂസ് ചാൻസ് ഇൻ ബിറ്റ്വീൻ വരാനുള്ള ചാൻസേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അതിനകത്ത് കൊണ്ടുവരുന്ന ഭാഗത്തിനൊന്നും വരത്തില്ല. ആൻഡ് ട്രാൻസ്പെറൻസി ഇത്രയ്ക്കുള്ള ഒരു ട്രാൻസ്പെറൻസിയാണ് ഇതിനകത്ത് വരുന്നത്. ലൈറ്റർ വീവിങ് ആണ് ബിക്കോസ് ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ ടു വെയർ. നമുക്ക് ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ സാരി അല്ലേ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഒരുപാട് വെയിറ്റുള്ള സാരി. അപ്പോൾ ദിസ് ഇസ് എ ലൈറ്റർ ഫീലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം തിൻ ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിലാണിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ദേഷി ടാസ് ലുക്ക്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. ദെൻ വി ഹാവ് ദിസ് പ്രിറ്റി ഗ്രീൻ ടോൺ. പക്ഷേ അതൊരു മെറ്റാലിക് ഗ്രേഷ് ടോണിൽ കൂടെ വന്നിട്ടുള്ള ഒരു ടീൽ ടിൻറ്റഡായിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡ്. പല്ലുവിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലാണ് വന്നിരിക്കുന്നത്. പിൻ സ്ട്രൈപ്പ് വിത്ത് സെറി. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. നല്ല ഭംഗിയുള്ള കളർ. എല്ലാ കളേഴ്സും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കളക്ഷൻ്റെ അകത്ത്. ഇതിൻ്റെ കോഡ് വരുന്നത് BLD 226 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് 2699 റേഞ്ചിൽ. സോ ദിസ് ഇസ് ദി ലുക്ക്. ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിനകത്തൊക്കെ ഓഫ് വൈറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും കേട്ടോ. ഒരു ആ ഒരു ക്രീമി ബേജിൻ്റെ ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് ദേഷി ഡസൻ്റെ ഷെയ്ഡ് ഫസ്റ്റ് കളർ, അതിനകത്ത് മാത്രമാണ് ഒരു ബ്ലെൻഡഡ് ഫീൽ വരിക. ബാക്കി അതിനകത്തും കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അടുക്കി കുത്തി കൊടുക്കാനൊക്കെ എളുപ്പമാണ്. ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഒതുങ്ങി കിട്ടുകയും ചെയ്യും. Those are finished sarees. And then we have this very pretty lavender tone. ഇതാണ് എൻ്റെ ലുക്ക്. ബ്ലൗസ് സെയിം തന്നെ റണ്ണിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഓൺലി സെറി ബോർഡറാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. ലാവൻഡർ. ആൻഡ് ഇതിനകത്തും ഈ ഒരു സെയിം ആ ഒരു ഫ്ലോറൽ ബഞ്ചിൻ്റെ ഒരു സ്കാറ്ററാണ് ആക്ച്വലി. ഒരു ജാൽ ഫീല് വരുന്നുണ്ടെങ്കിലും ഫ്ലോറൽ ബഞ്ചിൻ്റെ ഒരു സ്കാറ്ററാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ വെരി പ്ലസൻറ്റ് ഷെയ്ഡ്. ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡിനകത്ത് ഉള്ളതും അല്ല കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നോക്കുന്നവർക്ക് നല്ലതാണ്. ആ ഒരു കളറിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കൊരു സിൽക്ക് ലൈക്ക് ഷീൻ കുറച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. മുന്നത്തെ കളേഴ്സൊക്കെ നമുക്കൊരു മാറ്റിഷ് ഫീൽ തോന്നുമായിരുന്നു മെറ്റാലിക്കിൻ്റെ കൂടെ. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഒന്ന് ഒരു ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. അത് കൊണ്ടുവലിയ ഭാഗത്തിനൊന്നും വരുന്നുമില്ല. And the last shade is a pink tone. And look. Pleasant look il vannittulla collection. BLD 226 and priced at 2699. You can buy it in a comfortable range. It's actually good for occasional wear. ആ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലൈറ്റർ ഫീൽ നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിളായിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് ടു മച്ച്. അപ്പോൾ ആ ഒരു ഫീൽ വരാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരീസ്.